എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ മുറ്റത്തും ടെറസിലുമായി തയ്യാറാക്കിയ മനോഹരമായ പച്ചക്കറിത്തോട്ടം നമ്മൾ തന്നെ നട്ട് നനച്ച് കിട്ടുന്ന കൃത്രിമ വളങ്ങളൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ പച്ചക്കറികൾ കഴിക്കുമ്പോൾ അതൊരു വല്ലാത്ത സുഖമാണ്. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സന്തോഷം നൽകുന്ന ഒരു കുളിർമ നൽകുന്ന ഒരനുഭൂതിയാണ്. ഈ മനോഹരമായ ഈ പച്ചക്കറിത്തോട്ടം കണ്ടാൽ എല്ലാവർക്കും കൊതിക്കും. അത്രയും മനോഹരമായാണ് അവിടെയുള്ള ഓരോ പച്ചക്കറി തൈകളും നട്ട് വളർത്തിയിരിക്കുന്നത്. നല്ല കെയർ കൊടുത്ത് സംരക്ഷിച്ചിരിക്കുന്ന ആ തോട്ടം കാണുമ്പോൾ തന്നെ വളരെ നല്ല സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കും. അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറിയെ പറ്റി പിന്നെ പറയേണ്ടതില്ലല്ലോ. ഒരു കൃത്രിമ വളങ്ങളും ചേർക്കാതെ തയ്യാറാക്കിയ ആ പച്ചക്കറികൾ കഴിക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ്. ഈ തോട്ടം കണ്ടാൽ തന്നെ ഒരു മടുപ്പ് വരുന്നില്ല. ഒരുപാട് സമയം തോട്ടത്തിന് ചുറ്റും നടന്ന് കാണാൻ വല്ലാതെ കൊതിച്ചു പോകുന്ന അത്രയും മനോഹരമായ ഒരു പച്ചക്കറിത്തോട്ടം. ഇത് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇത്തരം തോട്ടങ്ങൾ എല്ലാവരും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പരിശുദ്ധമായ പച്ചക്കറികൾ നമുക്ക് ഫ്രൂട്ട്സുകളും സ്വന്തമായി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ ആ സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സുഖകരമായ ഒരു അനുഭൂതിയാണ്. എല്ലാവരും ഇങ്ങനെ പച്ചക്കറി നട്ട് സ്വയം പര്യാപ്തമാകട്ടെ. അത് കാണുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു തരം കീടനാശിനികളോ വളങ്ങളോ കൃത്രിമ വളങ്ങളോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിരേകുന്ന മനോഹരമായ പച്ചക്കറിത്തോട്ടം. എന്ത് മനോഹരമാണ് അവിടെയുള്ള പച്ചക്കറികൾ കാണാൻ. ഇത്തരം പച്ചക്കറി തോട്ടങ്ങൾ എല്ലാ വീടുകളിലും തുടങ്ങി നാട് നീളം തോട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മറ്റു സ്റ്റേറ്റിനെ ആശ്രയിക്കുന്ന ശീലത്തിൽ നിന്ന് നമുക്ക് ഒരു മുക്തി നേടാൻ കഴിയും. പച്ചക്കറികളുടെ ഇറക്കുമതി ഒരുപാട് കുറക്കാൻ ഇത് സഹായിക്കും. താങ്ക് യു.